പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രായനത്തിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ ഈ എടപ്പാളിനടുത്തുള്ള നടുവട്ടം എന്നുള്ള സ്ഥലമുണ്ട്. ആ നടുവട്ടത്തിനടുത്ത് കാളച്ചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ കാളച്ചാൽ ഒരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രം, വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് പൊളിഞ്ഞ് നാശമായി, തകർന്ന് ഇല്ലാതായി, മനുഷ്യരുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ, ഭക്തന്മാരാരും എത്താതെ കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ജനങ്ങൾ, നല്ലവരായ കുറേ ഭക്തന്മാർ കണ്ടെത്തുകയും അതിൻ്റെ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തു. അത് കോടതിയിൽ വ്യവഹാരങ്ങളൊക്കെ നടന്ന ഒരു ഭൂമിയാണ്. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത കുറച്ച് കാഴ്ചകൾ കണ്ടു. അതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ക്ഷേത്ര നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേ ചെറുപ്പക്കാരെയും അതുപോലെ നാട്ടുകാരെയാണ്. നാട്ടുകാർ തന്നെ നേരിട്ട് ക്ഷേത്രം നിർമ്മിക്കുന്നു. ആ ക്ഷേത്രം ഏത് തരത്തിലുള്ള ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ചുമ്മാ അങ്ങ് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പുറപ്പെടുകയില്ല, ഒരു ക്ഷേത്രത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ക്ഷേത്രം പണിയണത്. അതിൻ്റെ അധ്വാനപരമായിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ക്ഷേത്രത്തെക്കുറിച്ചും ഡീറ്റെയിൽസ് നമുക്കൊന്ന് അവരിൽ നിന്ന് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ കാഴ്ചകളിലേക്ക്. ഇവരൊക്കെയാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. ഇത് കാളച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, മലപ്പുറം ജില്ലയിലെ കാളച്ചാൽ. കാളച്ചാൽ എന്ന് പറഞ്ഞാൽ എടപ്പാളിനടുത്താണ്, നടുവട്ടത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഗർഭഗൃഹം ഇവരെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ പടമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് പറയൂ, എന്തൊക്കെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ നിങ്ങളുടെ പേരാദ്യം പറഞ്ഞു. എൻ്റെ പേര് സതീശൻ. പിന്നെ ഞങ്ങളിവിടെ ശരിക്കും കുറേ കാലമായിട്ട്, വർഷങ്ങളായിട്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഇപ്പോൾ ഞങ്ങളൊരു 8 മാസത്തോളമായിട്ടുള്ളൂ ഇത് കണ്ടെടുത്തിട്ടും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം തന്നെ ഞങ്ങൾ വന്നു ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് പനിയൊക്കെ വളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ലായിരുന്നു, ഫുള്ള് കാടായിരുന്നു. ഓക്കെ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ചു. എന്നിട്ട് ഇത് വീണ്ടെടുത്ത്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ഇവിടെ ഈ വഴി സംബന്ധമായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ സംഭവം തുടങ്ങിയത് തന്നെ. അപ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇവിടെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും ഒരു ബോധം ഉണ്ടാകുന്നത്. മുന്നേ അറിയായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബന്ധപ്പെടാനൊന്നും ആരും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവരും ഇതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളിനി ഈ മാസം 26-ാം തീയതി തറക്കല്ലിടുന്ന വരയ്ക്ക് എത്തി ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാക്സിമം എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ നിർമ്മാണം വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ക്ഷേത്രത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, പൂർവികരായിട്ടുള്ള കാലത്ത് തന്നെ. തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്താ? അത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായിരുന്നു. അപ്പം ഞങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു ആളെ സ്വന്തം സ്ഥലമാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ശരിക്കും പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഇത് ഓൾറെഡി ക്ഷേത്രഭൂമിയായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായി ഞങ്ങൾ എല്ലാവരും കൂടി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ കണ്ടത്? ഇവിടെ വരുന്ന അവസ്ഥയിൽ ശരിക്കും ഇവിടെ 18 വർഷം മുന്നേ ഈ അമ്പലത്തിൽ വിളക്ക് വെച്ചിട്ടുള്ള ആളാണ് ശിവദാസൻ. അപ്പോൾ അന്നത്തെ അവസ്ഥയിലും ചില ഇവിടെ ആർക്കും അങ്ങനെ കയറി വരാൻ പറ്റില്ലായിരുന്നു. മതിലൊക്കെ കെട്ടിയിട്ടും ആദ്യം മുള്ളുവേലിയായിരുന്നു, പിന്നെ അത് മാറ്റി ഒരു മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പാമ്പുംകാവ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
ഇതൊരു വിഷ്ണു ക്ഷേത്രമാണോ അല്ലെങ്കിൽ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അതായത് ഞങ്ങളുടെയൊക്കെ ഒരുപാട് തലമുറ മുന്നേ നശിച്ചു പോയിട്ടുള്ളത്, ഏകദേശം 10-800 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ 2 തലമുറ 3 തലമുറ ബാക്കിലിരിക്കുന്നതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാരില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പിന്നെ എന്താ പറയുക കാവ് ആണെന്നുള്ള രീതിയിൽ ഇവിടേക്ക് അങ്ങനെ വരുമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. തറ മാത്രമാണോ കണ്ടത്? ആ തറ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗർഭഗൃഹം മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അതിന്റെ മേലെ പീഠം ഉണ്ടായിരുന്നു. പീഠത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷമായിട്ട് പോലും ആ പീഠത്തിന് ഒരു കേടും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശരിക്കും ഇങ്ങനെ എന്താ പറയുക നല്ല ഇങ്ങനെ തേച്ച് മിനുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഇത്രയും വർഷങ്ങളോളം മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു എനർജി ഉണ്ടായത്. കാരണം ആ ഒരു പീഠത്തിന് അങ്ങനെ അവർ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ആരെങ്കിലും വരും, ഒരു തിരിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാകുമ്പോൾ ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന പോലെയായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ആ പീഠമാണോ ഇപ്പൊ? ആ പീഠം ശുദ്ധി ചെയ്തു ഞങ്ങള് പിന്നെ ഇതിലേക്ക് മാറ്റി, ബാലാലയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി, അവിടത്തേക്ക് മാറ്റി. ഇപ്പൊ ഇതിന്റെ ഒരു പ്രവൃത്തി തുടങ്ങിയല്ലോ? തുടങ്ങി. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഞങ്ങള് ഒരു ഏകദേശം 10 ദിവസം നമ്മൾ ഇത് പൊളിക്കുന്ന അവസ്ഥയിലായി. തറ പൊളിച്ചു, എന്നിട്ട് ഈ പാതകം കീറലൊക്കെ ഞങ്ങൾ 10 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. 10 ദിവസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ഈ തുടങ്ങിയപ്പോ ഇത് പൊളിച്ച് മാറ്റുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ? അതിന്റെ കല്ലുകള് മറ്റു കാര്യങ്ങളൊക്കെ വലുപ്പം? അതെ അതെ അതെ. അത് ഫസ്റ്റത്തെ ഈ ഇതിന്റെ കല്ലുകളൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ ഫസ്റ്റത്തെ ലെയറൊക്കെ പൊളിച്ച് ഉള്ളിൽ ചെന്നപ്പോ ശരിക്കും വലിയൊരു കല്ലുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇളക്കിയില്ല. അത് അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഇവിടെ അളവ് എടുക്കാൻ വരുമ്പോൾ ഈ വട്ടൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആശാരിമാർ വന്നപ്പോൾ അവർ ശകലം ചെത്താൻ പറഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു 10-15-20 സെന്റിമീറ്ററോളം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ സാധനം ഞങ്ങൾ ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. ഏകദേശം 3.5-4 അടി നീളം, 4 അടി വീതിയും, ഏകദേശം 2 അടിയുടെ 2 അടിയുടെ കനം ഉണ്ട് ആ സാധനം. അത് അടിയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണ് സാധനം ഉള്ളത്. അത് ഞങ്ങൾ എന്നിട്ട് മേലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനത്തെ 2 കല്ലുണ്ട്. ഒരു കല്ല് ശരിക്കും പൊട്ടി, കുറച്ച് ഞങ്ങളുടെ കയ്യിൽ പൊട്ടിയ സാധനം കയറ്റാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നാലും പിന്നെ അത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലൊക്കെ ശരിക്കും എന്ന് വെച്ചാൽ എന്താ പറയാ, അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആ കല്ല് അങ്ങനത്തെ കാണാൻ പറ്റില്ല. ഓരോ കല്ലിനും പ്രത്യേക രീതിയിൽ ഒരു 5 കല്ല് ഒരു ടൈപ്പാണ് ഒരു വലുത്. ഏകദേശം ഒരു 2 അടി നീളം 3 അടി നീളമുള്ള കല്ലുകളൊക്കെ ഉണ്ട്. അത് 1 അടി വീതിക്കൊക്കെ ആയിട്ട് അങ്ങനത്തെ കല്ല്. പിന്നെ സൈഡ് ഇങ്ങനെ കർവ് ചെയ്ത പോലെയൊക്കെ വെച്ചിട്ട് അത് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്ന രീതിയിലാണ് ആ കല്ലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന് തീർത്ഥക്കിണറുണ്ടോ? തീർത്ഥക്കിണറുണ്ട്. അതും ഇതേപോലെ കണ്ടെടുത്ത് തന്നെയാണ്. ഞങ്ങൾ പൊളിച്ച് വരുന്ന സമയത്ത് ഇവിടെ വൃത്തിയാക്കിയ സമയത്ത്, അതായത് ഫസ്റ്റ് ഞങ്ങളിവിടെ ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയ സമയത്ത് ഇവിടെ കിണറുണ്ടായിരുന്നില്ല. ഇവിടെ ചെറിയൊരു വട്ടം പോലെ ഉണ്ടായിരുന്നു, അടയാളം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ പഴമക്കാർ പറഞ്ഞു, ഇവിടുത്തെ പഴയ ആൾക്കാർ പറഞ്ഞു ഇവിടെ കിണറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ കുഴിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് അത് കുഴിച്ചുണ്ടാക്കിയത്. അപ്പൊ കുളം എങ്ങനെയാ? കുളം ഉണ്ട് നമുക്ക്, പിന്നെ കുളം ഉണ്ട്. പക്ഷെ അത് ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ പഞ്ചായത്തിന്റെ കിണറാണ്, പഞ്ചായത്തിന്റെ കുളമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന് ട്രീറ്റ് ചെയ്തിരുന്ന അവർ ഫണ്ട് വെച്ചിരുന്നൊക്കെ അത് തന്നെയായിരുന്നു. പക്ഷെ ഈ രേഖ പ്രകാരം ശരിക്കും അത് അമ്പലത്തിന്റെ കുളം തന്നെ. എന്തായാലും പഞ്ചായത്ത് ആയാലും അത് ഏറ്റെടുത്ത് അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചതുകൊണ്ട് ബാക്കി പണി നമുക്ക് അതിന് നന്ദിയോടെ കാണാം. സ്ഥലം ഈ അമ്പലത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ 1 ഏക്കർ 20 സെന്റും സ്ഥലമുണ്ട് അമ്പലത്തിൻ്റെതായിട്ട് കുളമടക്കം. അതിന്റെ രേഖകളൊക്കെ രേഖകളൊക്കെ എല്ലാം കിട്ടി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഞങ്ങളുടെ ഇതായിട്ട് വന്നത് കിട്ടിയിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോടതി വ്യവഹാരം അതിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. അതെ അതെ അതെ. അത് വെച്ചാൽ അങ്ങനെയല്ല, ഇതിപ്പോ ഇത് ഈ സ്ഥലം തീരെഴുതി കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇതിന്റെ ആധാരങ്ങളൊക്കെ കിടക്കുന്നത്. പക്ഷെ അവര് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താ പറയാ, അതൊരു എന്താ പറയാ, അവര് അങ്ങനെ പറയുമ്പോ നമുക്കതിന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിന് 4 തിരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതും നടന്നു. വരും സമയങ്ങളിൽ അതൊക്കെ പെട്ടെന്ന് നടക്കും. ഇതിന് പഴയ പല ചരിത്ര രേഖകൾ ഞാൻ കേട്ട് അറിഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ മാമംഗം പോലുള്ള കാര്യങ്ങളിൽ മറ്റ് ഇവിടുത്തെ ഇതിപ്പോൾ ഈ എടപ്പാൾ എന്ന് പറയുന്നത് ഒരു വേദഗ്രാമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട പരശുരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്പൂതിരിമാരുടെ ഒരു വേദപഠനവും സംഗതിയൊക്കെ നടന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കാളച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇവര് നമ്മൾ ഇവിടെ പിന്നെ അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ വെക്കുന്ന സമയത്ത് അവര് പറഞ്ഞത് ഇപ്പൊ പ്രശ്നമൊക്കെ വെച്ച് ഇപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ വേദപഠനം അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്ന വലിയൊരു അമ്പലമായിരുന്നു എന്നാ പറയുന്നത്. അത് ശരി. മാമാങ്കത്തിന് പോകുന്ന തിരുമേനിമാര് അതുമാതിരിയുള്ള രാജാക്കന്മാരൊക്കെ നമ്മളെ ഈ അമ്പലത്തിൽ വന്നിട്ടാണ് പോയിരുന്നത്.
അതാണ് അതിന്റെ ചരിത്രം. അങ്ങനെയാണ് പ്രശ്നവശാൽ അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? തൃക്കണ്ടിയൂർ ദേവസ്വത്തിന്റെ അണ്ടറിലുള്ള സ്ഥലമുണ്ട്. തൃക്കണ്ടിയൂർ ദേവസ്വത്തിന്റെ ഭൂമിയിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ സാമൂതിരിയുമായിട്ടൊരു ബന്ധം അതിന് കാണാൻ സാധിക്കും. ആർക്കിയോളജി രേഖകളൊക്കെ ഇടുന്നത് തൃക്കണ്ടിയൂർ മനക്കൽ ദേവസ്വം എന്ന് പറഞ്ഞാണ് ആർക്കിയോളജി രേഖകൾ ഇടുന്നത്. അത് ശരി. അപ്പോൾ ആ രൂപത്തിൽ വിപുലമായിട്ടുള്ള ഒരു ചരിത്ര പിൻബലം അല്ലേ? നമുക്കിതിന്റെ 115 വർഷം പഴക്കമുള്ള പുരാവസ്തു രേഖകൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് ശരി, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മുതലേ ഇത് അമ്പലഭൂമിയാണ്. നീക്കെ അമ്പലഭൂമി പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും അവകാശമില്ല. എന്താണ് നീക്കെ അമ്പലഭൂമി? അത് ആർക്കും അവകാശമില്ല. അത് അമ്പലഭൂമിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണ്ട്. അത് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തന്നെ അമ്പലഭൂമിയായിട്ട് രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ക്ഷേത്രഭൂമിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രഭൂമി എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇതിന് അവകാശികളൊന്നുമില്ല. അത് ശരി. ഓക്കെ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ഇനി അടുത്ത പ്രോഗ്രാം എന്തൊക്കെയാണ്? പദ്ധതി ഉണ്ടാവുമല്ലോ, ഒരു പ്ലാൻ ഇല്ലാതല്ലോ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇറങ്ങി. പിന്നെ ഇതിന്റെ പുതിയ ക്ഷേത്രത്തിനുള്ള ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയപ്പോൾ 26-ാം തീയതി വരുന്ന 26-ാം തീയതി ഞങ്ങൾ കല്ലിടാണ്. അപ്പോൾ അതുമായി അത് കഴിഞ്ഞിട്ട് കല്ലിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ അമ്പലത്തിന്റെ പണി തുടങ്ങണം തന്നെയാണ് ഉദ്ദേശം. ഒരു 5-6 മാസം മാക്സിമം ഭഗവാൻ സഹായിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിന്നെ ബാക്കി പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് കലശവും കാര്യങ്ങളൊക്കെ തീർക്കണം, പെട്ടെന്ന് തന്നെ പ്രതിഷ്ഠ നടത്തണം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇനി പോണത്. എന്തായാലും ഇതിനൊരു സാമ്പത്തികമായ കാര്യങ്ങൾ നിശ്ചയമായിട്ടും വേണമല്ലോ. അതിപ്പോ ഇവിടുന്ന് കൂടുകയല്ല പൊതു പ്രതീക്ഷകൾ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരാണ്, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, നാട്ടിൻപുറത്താണ്, കൂലിപ്പണിക്കാരാണ്. ഇതിൽ ഒരാളും വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്ത് പണിയെടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങളിപ്പോ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങളെ കൊണ്ട് കഴിയണത് ചെയ്യാം. പിന്നെ എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇത് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്. കഴിവിന്റെ പരമാവധി കഴിയുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുക. പ്രതിഷ്ഠ എന്താണ് ഇവിടുത്തെ? ലക്ഷ്മി നരസിംഹമാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ചാനലുമായിട്ട് ഈ ഒരു ക്ഷേത്ര കാര്യങ്ങൾ പങ്കുവച്ചതിലുള്ള സന്തോഷവും നന്ദിയും പറയുകയാണ്. തീർച്ചയായിട്ടും ഭക്തജനങ്ങളിലേക്ക് ഈ കാഴ്ച നമ്മൾ എത്തിക്കുന്നുണ്ട്. നമുക്ക് വിഷ്വൽസ് കുറവാണ് നമ്മുടെ കയ്യിലുള്ളത്, പക്ഷെ ഉള്ളത് വെച്ചുകൊണ്ട് പണ്ട് നിങ്ങൾ നേരത്തെ എടുത്തിരിക്കുന്ന മൊബൈൽ വിഷ്വൽസും ഫോട്ടോയും വെച്ചിട്ടാണ് ഈ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ക്ഷേത്രായനത്തിൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ക്ഷേത്ര ഭാരവാഹികളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ, ഈ ക്ഷേത്രം ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് എല്ലാ വിശ്വാസികളും ഭക്തജനങ്ങളും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ വന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പഴമകളിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മൺമറഞ്ഞുപോയ ക്ഷേത്രങ്ങൾ ആളുകളുടെ മുന്നിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ താങ്ക് യു.